ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇത് കണ്ടിട്ട് ആരും അത്തപ്പൂക്കളൊന്നും വിചാരിച്ചേക്കല്ലേ. നമ്മളിന്ന് ചെയ്യുന്നത് ടെസൽ മേക്കിംഗ് ആണ്. ടെസൽ ഹാങ്ങിങ്സ് എന്നൊക്കെ ഇതിനെ പറയും കേട്ടോ. ക്രീം ഷെയ്ഡ് വന്ന എംബ്രോയ്ഡറി സിൽക്ക് ത്രെഡാണ് ഞാനിവിടെ എടുത്തത്. പിന്നെ നമ്മുടെ എല്ലാവരുടെയും കയ്യിലുള്ള മാച്ച് ബോക്സ് തീപ്പെട്ടിയാണ് എടുത്തത്. അപ്പോൾ ഇതെല്ലാവരുടെയും വീട്ടിലുണ്ടാവുമല്ലോ, അതുകൊണ്ടാണ് ഞാൻ ഇത് തന്നെ എടുത്തത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് അവൈലബിളായ എന്ത് വേണമെങ്കിലും എടുക്കാം, കാർഡ്ബോർഡോ എന്തായാലും. അതതിൻ്റെ നീളം എന്തോരം വേണം അതിനനുസരിച്ച് അതെടുക്കാവുന്നതാണ്. അപ്പോൾ ഈ തീപ്പെട്ടിയിൽ നമ്മൾ ആ ത്രെഡ് അവിടെ ഇങ്ങനെ ലോക്ക് ചെയ്ത് പിടിച്ചിട്ട് നമുക്കിത് ചുറ്റിയെടുക്കണം, ഫുള്ളായിട്ട് ചുറ്റിയെടുക്കാം. ഇതിൻ്റെ തിക്ക് എന്തോരം വേണമെന്നൊന്ന് നോക്കാം. ഞാൻ നേരത്തെ ചെയ്തത് വെച്ചൊന്ന് നോക്കുന്നുണ്ട്. അപ്പോൾ കുറച്ചും കൂടി വേണം. അപ്പോൾ ഞാൻ ഒന്നും കൂടി ചുറ്റുന്നുണ്ട്. ചുറ്റിയിട്ട് നമുക്ക് ആ ത്രെഡ് ബാക്കിയുള്ളത് കട്ട് ചെയ്ത് കളയാം. ബാക്കിയുള്ളത് കട്ട് ചെയ്തിട്ട് ആ ത്രെഡ് തന്നെ നമുക്ക് സൂചിയിൽ ഒന്ന് കോർത്തെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ രണ്ടാക്കി നൂല് സൂചിയിൽ കോർത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നാലായിട്ട് നമ്മൾ എടുക്കുക. രണ്ടായിട്ട് കോർക്കുമ്പോൾ നാലാവുമല്ലോ. അപ്പോൾ നാലായിട്ട് നമ്മൾ ഇതിൻ്റെ നമ്മൾ ചെയ്തതിൻ്റെ അവിടെ കോർത്ത് ഫുള്ള് നൂല് ഇങ്ങനെ കോർത്തെടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് കെട്ടിടാം. ഇത് ഇങ്ങനെ എന്താണ്, സിൽക്ക് ത്രെഡ് ആയതുകൊണ്ട് ഇങ്ങനെ ബളബളാന്നിരിക്കും. അപ്പം ഒന്ന് സൂക്ഷിച്ചൊന്ന് കെട്ടിടാം. സിൽക്ക് ത്രെഡ് ആയതുകൊണ്ട് കുറച്ച് മുറുകാനായിട്ട് കുറച്ച് പാടാണ്. അപ്പോൾ ഒന്നുകൂടി ഒന്ന് കെട്ടിട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ എൻ്റെ ഉറപ്പിന് വേണ്ടി ഞാൻ പിന്നെയും കെട്ടിട്ടു. അങ്ങനെ ഒത്തിരി കെട്ടൊന്നും ഇടരുതട്ടാ, 1-2 കെട്ടിടാം. നമുക്കൊരു ഉറപ്പിന് വേണ്ടിയിട്ട്, അത് അഴിഞ്ഞ് പോരരുതല്ലോ. അപ്പോൾ ഞാൻ ഇതൊക്കെ ഇട്ടിട്ടുണ്ട്. ഞാൻ ബാക്കി വന്ന ത്രെഡ് ഞാൻ അങ്ങനെ കട്ട് ചെയ്തു. എന്നിട്ട് നമുക്ക് ആ തീപ്പെട്ടിയിൽ നിന്ന് ചുറ്റി വെച്ച ത്രെഡ് ഉണ്ടല്ലോ, അതിങ്ങനെ പയ്യെ നമുക്കതിൽ നിന്ന് ഊരിയെടുത്തിട്ട് ഞാനത് ഇങ്ങനെ അതിൻ്റെ നമുക്ക് ഇട്ടിട്ടല്ലോ അവിടെ ഇങ്ങനെ കറക്റ്റായിട്ട് പിടിച്ചിട്ട് ബാക്കി ഉള്ള നൂലല്ലേ, നമ്മൾ നൂല് എടുത്തിട്ട് അത് രണ്ടാക്കി മടക്കി പിന്നെ ഒന്നും കൂടി ചെറുതായിട്ട് മടക്കുക. ഈ വീഡിയോയിൽ കാണിക്കണോട്ട് തന്നെ വെക്കുക. മടക്കിയിട്ട് അതിൻ്റെ ഒരറ്റം നമ്മൾ മാറ്റി വെക്കുക. എന്നിട്ട് ആ 2 നൂല് മാത്രം എടുത്തിട്ട് നമ്മൾ വെച്ചില്ലേ അതിൽ കൂടി ഒന്ന് ചുറ്റി എടുക്കുക. അതിൻ്റെ പൊക്കത്തെ കൂടെ തന്നെ ചുറ്റരുതേ, താഴെ അടുപ്പിച്ച് ചുറ്റുക. എന്നിട്ട് ബാക്കി വന്ന ത്രെഡ് നമുക്ക് കട്ട് ചെയ്തിട്ട് നമ്മൾ പിടിച്ച് വെച്ചില്ല ഒരു ത്രെഡ്, അതിൻ്റെ ഉള്ളിൽ കൂടെ ഈ ബാക്കി വന്നത് അതിൻ്റെ ഉള്ളിൽ കൂടി കയറ്റിയിട്ട് ഈ പൊക്കത്തിരിക്കുന്ന ത്രെഡില്ലേ അത് വലിക്കുക. അപ്പോൾ അവിടെ ലോക്കായി. ഇനി അത് അഴിഞ്ഞു പോരില്ല. എന്നിട്ട് നമ്മൾ ബാക്കി താഴത്തെ ഭാഗം നമുക്ക് എല്ലാം കട്ട് ചെയ്ത് കൊടുക്കുക. എല്ലാം കട്ട് ചെയ്യണം കേട്ടോ. എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്ത് വെച്ച ഒരെണ്ണം എടുത്തിട്ട് അതിൻ്റെ ലെങ്ത്ത് ഒന്ന് നോക്കുക, ലെങ്ത്ത് കറക്റ്റാണോ നോക്കുക. അത് ഒരേ മാച്ച് ബോക്സ് ചെയ്തുകൊണ്ട് കറക്റ്റായിരിക്കും. പിന്നെ കുറച്ച് നീണ്ടു നിൽക്കുന്നത് നമ്മളൊന്ന് ലെവലാക്കി കൊടുക്കുക. ഫസ്റ്റ് ടൈമാണ് ചെയ്യുന്നതെങ്കിൽ അതൊന്ന് ലെവലാക്കി കൊടുത്താൽ മതി. സാരിയുടെ മുന്താണിയിലെ ഹാങ്ങിങ്സിന് വേണ്ടിയാണ് കേട്ടോ ഞാൻ ചെയ്താക്കുന്നത്. ഞാൻ കുറച്ച് വെച്ചുപിടിപ്പിച്ചിട്ടുണ്ട്. 2.5 ഇഞ്ച് ഗ്യാപ്പിലാണ് ഞാനിത് ചെയ്യുന്നത്. അപ്പോൾ 2.5 ഇഞ്ച് അളന്നെടുത്തു. സൂചി വെച്ച് ചീത്ത വശത്തേക്ക് കുത്തിയെടുത്തു. നമ്മൾ ചെയ്ത് വെച്ച ടെസൽ എടുത്തിട്ട് അതിൻ്റെ ഹോളില്ലേ ആ ഹോളിൽ കൂടെ നമ്മൾ സൂചി ഒന്ന് കോർത്തെടുക്കുക. 2-3 പ്രാവശ്യം തുന്നി അതിലൊന്ന് പിടിപ്പിക്കുക കേട്ടോ. അപ്പോൾ ഇത് വെക്കുമ്പോൾ ചീത്ത വശത്തേക്ക് വെക്കണം. അപ്പോൾ നമ്മൾ ആ തുന്നിയ ഭാഗമൊന്നും കാണാത്ത രീതിയിൽ വേണം വെക്കാനായിട്ട്. ചീത്ത വശം പൊട്ടവശത്തേക്ക് തുന്നി പിടിപ്പിക്കുക. അപ്പോൾ അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്തിനാണ് ഇത്ര കഷ്ടപ്പെട്ട് ഇതൊക്കെ ചെയ്തെടുത്തതെന്ന്. ഇത് വാങ്ങിക്കാൻ കിട്ടുമല്ലോ എന്ന്. നമ്മളിത് കുറേ കടയിൽ അന്വേഷിച്ചു കൊടുത്തേ, പക്ഷേ ഈ കളറ് കിട്ടിയില്ല. വേറെ കളറൊക്കെ ഉണ്ടായിരുന്നു, വൈറ്റ് അങ്ങനത്തെ കളറൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഈ കളറ് മാത്രം കിട്ടിയില്ല. അപ്പോൾ ഞാൻ ത്രെഡ് വാങ്ങിച്ചു ചെയ്തു. അപ്പോൾ അത്രേ ഉള്ളൂ. ലാസ്റ്റത്തെ ലുക്ക് ഇതാണ്. സാരിയിൽ ഞാൻ ഫുള്ള് ചെയ്തിട്ടുണ്ട്. നമുക്കൊരു 10-17 ടെസൽ ഉണ്ടാക്കേണ്ടി വന്നു. അപ്പോൾ ആ ഒരു നൂല് ഫുള്ള് നമ്മൾ യൂസ് ചെയ്തു കേട്ടോ. ഇതാണ് ഫൈനൽ ലുക്ക്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി ഒന്ന് പരിഗണിക്കണേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.